നല്ല വെറൈറ്റിയാണ്. ഇവിടെ സ്പെഷ്യൽ കക്കാത്തോരൻ, കണവത്തോരൻ, ചാള, ചൂര, അങ്ങനെയുള്ള വെറൈറ്റിയുള്ള കറി. ഇവിടെ ഞങ്ങൾ ജസ്റ്റ് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഞങ്ങൾ സ്ഥിരം ഇവിടെ തന്നെ ആയി. സ്പെഷ്യലുകൾ അയില കാണും, ചൂര കാണും, നെത്തോലി കാണും, കണവ കാണും, കക്ക കാണും, വാളയുണ്ട്, ചാളയുണ്ട്. ഇതിൻ്റെ എല്ലാം ഫ്രൈയും ഉണ്ട്, കറിയുണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കൊല്ലത്താണ്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്ത് പോളയത്തോടിനും മാടനടയ്ക്കും ഇടയിലുള്ള സുബേറിക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഊണ് എന്ന് പറയുന്ന ചെറിയൊരു കടയിലാണ്. പക്ഷേ ചെറിയ കടയിലാണെന്നുണ്ടെങ്കിലും രുചികരമായിട്ടുള്ള ഉച്ചയ്ക്കലത്തെ ഊണും അതിനോടനുബന്ധിച്ചുള്ള പൊച്ചമീനും മീൻകറിയും എല്ലാം അടങ്ങിയ ഒരു വിഭവസമൃദ്ധമായിട്ടുള്ള ഊണെല്ലാം കിട്ടുന്ന ചെറിയൊരു കട. എന്നാൽ അതിനകത്ത് കിട്ടുന്ന ആഹാരങ്ങൾ വലിയ നല്ല രുചികരമായിട്ടുള്ള ആഹാരങ്ങൾ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളോട് കൂടണേ. കടല ഊണ് നല്ല സ്ഥിരം കഴിക്കുന്ന ഊണാണ് ഇവിടെ വന്ന്. നല്ല കൊണ്ടിവിടെ ഞാൻ 1 വർഷം കൊണ്ട് ഇവിടെ ഉണ്ട്. കക്ക ഉണ്ട്, കണവയുണ്ട്, പിന്നെ തോരൻ എല്ലാം ഉണ്ട്. രുചിയിൽ നല്ല ടേസ്റ്റി ആയതിനെ കൊണ്ടാണ് സ്ഥിരം ഇവിടെ വരുന്നത്. ഞാനൊരു പാചകക്കാരനാണ്. ഞാൻ ഒബാമ ഹോട്ടലിലെ ബിരിയാണി പാചകക്കാരനാണ്. ഞാൻ അവിടെ ബിരിയാണി കഴിയുമ്പോഴത്തേക്ക് 2 അവിടുത്തെ സ്റ്റാഫാണ്. അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല വെറൈറ്റിയാണ്. ഇവിടെ സ്പെഷ്യൽ കക്കാത്തോരൻ, കണവത്തോരൻ, ചാള, ചൂര, അങ്ങനെയുള്ള വെറൈറ്റിയുള്ള കറികളൊക്കെ ഉണ്ട്. അതുപോലെ ടേസ്റ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സ്ഥിരം ഇവിടെ കഴിക്കാൻ വരുന്നുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ ഒരു 6 മാസം കൊണ്ട് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഇവിടെ പലചരക്കട പെരുന്നൽ സ്റ്റോറിൽ നിൽക്കാം. അവിടെ നിൽക്കാം. ഇവിടെ തന്നെ നമ്മൾ ഉച്ചഭക്ഷണം ഇവിടെ വരുന്നുണ്ട്. ഇവിടെ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. ഇവർക്ക് എത്ര നാളായി തുടങ്ങിയിട്ട്? ഇവിടെ തുടങ്ങിയിട്ട് ഒരു 5 വർഷമായി. 5 വർഷമായി. ഇതിനു മുമ്പ് ഞാൻ പള്ളിയുടെ മുമ്പിലായിരുന്നു. ഇവിടെ പോളത്തോട് ഹോസ്റ്റലിന്റെ അകത്ത് ഒരു വീടായിരുന്നു. എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യലുകൾ? അയില കാണും, ചൂര കാണും, നെത്തോലി കാണും, കണവ കാണും, കക്ക കാണും, വാളയുണ്ട്, ചാളയുണ്ട്. ഇതിന്റെ എല്ലാം ഫ്രൈയും ഉണ്ട്, കറിയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. സാമ്പാർ, പുളിശ്ശേരി, രസം, പരിപ്പ്, പച്ചമോര്, അങ്ങനെയൊക്കെയുള്ള. തൊടുകറി തൊടുകറി, അവിയലുണ്ട്, തോരനുണ്ട്, നാരങ്ങാച്ചാറുണ്ട്,
ചീനി കാണും അതിൻ്റെ കൂടെ നാടൻ ഊണ്. നാടനും നാടൻ ഊണ് അത് തന്നെ. സുബേർക്ക് എവിടെ സ്വദേശം എവിടെയാണ്? കൊല്ലം തന്നെ. സ്വദേശം കൊല്ലം തന്നെ. കൊല്ലം തന്നെ. ഇതിൻ്റെ ബാക്കിലാണ് വീട്. ഈ ഇതിനോട് ചേർന്ന് തന്നെ? അല്ല, ചേർന്നല്ല, ഇതിൻ്റെ അപ്പുറത്തെ വഴി പോകണം. അപ്പുറത്തെ വഴി കൂടെ പോകണം. ഈ ഹോട്ടൽ ഫീൽഡിലോട്ട് വരുന്നതിന് മുമ്പ് എന്ത് വരുന്നു? മുമ്പ് ഗൾഫായിരുന്നു. വെളിയിലായിരുന്നു. അതിന് മുമ്പ് എനിക്ക് ഹോട്ടൽ പണിയായിരുന്നു. ഹോട്ടൽ പണിയായിരുന്നു. പിന്നെ ഗൾഫിൽ പോയി 27 വർഷം. പിന്നെ തെറ്റിത്തിരിഞ്ഞ് വന്നപ്പോൾ പിന്നെയും പഴയ പണി എടുത്ത്. ഇപ്പൊ എങ്ങനെയുണ്ട് ജീവിതം ഈ ഹോട്ടൽ കൊണ്ട്? മെച്ചമല്ല, നമ്മുടെ ചെലവുകളും കാര്യങ്ങളും ശമ്പളക്കാരുടെ കാര്യങ്ങളും. മീനൊക്കെ നേരിട്ട് പോയെടുക്കും. രാവിലെ പോകത്തോളൂ. നീണ്ടതിലാണോ? നീണ്ടതില്ല. അല്ല, ചിലപ്പോൾ ഞാൻ പിന്നെ താന്നി പോവും, ഇരവരെ പോവും, തങ്കശ്ശേരി പോയെടുക്കും അല്ലേ? രാവിലെ പോയി. അത് ശരി. അപ്പോൾ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ? കറക്റ്റ് 11:45 മുതൽ ഒരു 3-3:30 മണി വരെ. അപ്പോൾ ഞാൻ ചോദിക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ശരി ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ജോലിക്കാരാണ്. ഇതിനെല്ലാം അടുത്തുള്ള റിലയൻസ് ഉണ്ട്, ബജാജ് ഉണ്ട്, മഹീന്ദ്ര ഉണ്ട്, അങ്ങനെ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും മിക്കവാറും വരാറുണ്ട്. അപ്പോൾ ഈ പാഴ്സലും പോകും. പാഴ്സൽ എങ്ങനെയാണ്? ഊണിൻ്റെ റേറ്റ് 70 രൂപ. ഊണിന് 70 രൂപ. ഇത് പാഴ്സലാണെങ്കിലും 70 രൂപ. അല്ല, പാഴ്സലിന് പ്രത്യേകമായിട്ട് 70 രൂപ. ഫ്രൈക്കും ഒക്കെ എങ്ങനെയാണ് റേറ്റുകൾ? ഫ്രൈക്ക് അന്നന്ന് കിട്ടുന്ന മീനിന്റെ വിലയാണ്. മീനിന്റെ അന്നത്തെ വിലയാണല്ലേ? നമസ്കാരം. നമസ്കാരം. പേര് കെവിൻ. കെവിൻ അല്ലേ? എവിടെ വർക്ക് ചെയ്യുന്നത്? മഹീന്ദ്രയിലാണ്. സുബേർക്കയുടെ കടയിലെ ഊണിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. അത് ശരി. ഞങ്ങൾ ഓഫീസിൽ എല്ലാവരും വന്ന് ഇവിടുന്ന് ഓഫീസിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട്. ഒട്ടുമിക്കവരും ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കും. മിക്കവരും. എത്ര നാളായിട്ട് ഈ സുബേർക്കയുടെ കടയെ പറ്റിയിട്ട് അറിയാം? ഏകദേശം ഒരു വർഷം. ഒരു വർഷമായിട്ട് സ്ഥിരം ഇവിടെ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ആയി. പ്രത്യേകമായിട്ട് എന്താ തോന്നിയിട്ടുള്ള ഈ ഒരു ഊണിനെ പറ്റി? നമ്മൾ അതായത് മറ്റുള്ള ഒരുപാട് കടയിൽ എന്തായാലും വേറെ കഴിച്ചിട്ടുണ്ടാവില്ല, ഇവിടെ എങ്ങനെ വന്ന് പെട്ടത്? ഇവിടെ ഞങ്ങൾ ജസ്റ്റ് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഞങ്ങൾ സ്ഥിരം ഇവിടെ തന്നെ ആയി. അത്രയും അഭിപ്രായമാണ്. അത്രയും അഭിപ്രായം. ഓഫീസിലെ എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ നമ്മൾ എന്താ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലും ആ ഒരു രീതിയിലും. എനിക്കൊന്ന് ഇവിടെ അടുത്ത് റിലയൻസ് ഉണ്ട്, റിലയൻസിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്, പിന്നെ ബജാജിൻ്റെ ഉണ്ട്, ഒട്ടുമിക്ക കമ്പനികൾ എല്ലാവരും എനിക്കൊന്നും ഇവിടെ ആയിരിക്കും തോന്നുന്നില്ലേ? മിക്കവരും എല്ലാം ഇവിടെ തന്നെ. ഇവിടെ 12:30 കഴിയുമ്പോഴേ ഭയങ്കര തിരക്കായിരിക്കും. ആണല്ലേ? എന്തായാലും ഒരു 2-3 മണി വരെയൊക്കെ ഒരു നല്ല തിരക്കായിരിക്കും. 3 മണിക്ക് മുന്നേ തന്നെ ഊണൊക്കെ കഴിയാറുണ്ട്. ശരി. 2 മണി പീക്ക് ടൈം. ശരി. കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തോട്ട് പോകുന്ന റൂട്ടിൽ കോളയത്തോട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തുനിന്ന് ഒരു 100 മീറ്റർ വരുമ്പോഴത്തേക്ക് ഇടതുവശത്തേക്ക് ഒരു ചെറിയൊരു ഇടവഴി പോകുന്നുണ്ട്. അവിടുന്ന് അകത്തോട്ട് കയറുമ്പോൾ തന്നെയാണ് ലെഫ്റ്റ് സൈഡിലായിട്ട് വീട്ടിൽ ഊണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഷെയർ കൂടി ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.